Hey guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ CS റാങ്ക്ഡ് എലൈറ്റ് മാസ്റ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു റാങ്ക് വിഷയപ്പോൾ കളിച്ചൊരു മാച്ചിലൊരു വീഡിയോ ആണ് ഗൈസ്. ഇപ്പോൾ ഇത് അപ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാവർക്കും വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം അപ്പോൾ വേണമെങ്കിൽ മാസ്റ്റർ അടിച്ച് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ മാസ്റ്റർ അടിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും 100 രൂപയാണ് മാസ്റ്റർ അടിക്കണമെങ്കിൽ എനിക്ക് തരേണ്ടത്. നിങ്ങൾ 100 രൂപയുടെ ഒരു റേഡിയം കോഡ് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാസ്റ്റർ അടിച്ച് തന്നിരിക്കും. ഹീറോയ്ക്ക് അടിച്ച് പറഞ്ഞാൽ ഒരു 50 രൂപയുടെ റേഡിയം കോഡൊക്കെ മതി. എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കണമെങ്കിൽ 50 രൂപയുടെ റേഡിയം കോഡൊക്കെ ചാർജ് ആക്കുന്നുള്ളൂ ഞാൻ. അപ്പോൾ എൻ്റെ ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ UID ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മാത്രം മതി. ഞാനപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നതായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഒരു 1 ടാപ്പൊക്കെ കണ്ടില്ല, ഈ 1 ടാപ്പിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ ആ ഒരു 1 ടാപ്പ് അടിച്ച് അങ്ങനെ ഒരു കില്ലെടുത്തിരിക്കും നമ്മളുടെ സെട്ടികളും കൊണ്ട് തന്നെ. പിന്നെ അവിടുത്തെ 2 പേരും കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ മാക്ടണ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മരെ തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സാൻഡിനെ വിട്ട് പോകുന്ന ആരുടെ സോണിനകത്ത് പോയേക്കുന്നത്. അപ്പോൾ അവിടെ എനിമി പോകാൻ സാധ്യതയില്ല. അവൾ മണ്ടയ്ക്കാൻ കണ്ട് നോക്ക് അടിച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ അവൻ അതിന് കില്ലും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ BA വാക്സിൻ്റെ അനിയനാണ് BA വാക്സി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന അവനാണ്. അപ്പോൾ അവനൊരു കില്ലടിച്ച് വീണ്ടും. അപ്പോൾ അവൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ അവനോട് കളിക്കണമെങ്കിലും അവൻ്റെയും എൻ്റെയും UID നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും അത് കണ്ടിട്ട് നമ്മളെ റിക്വസ്റ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് മാക്ടണും കൊണ്ട് അടിച്ച 1 ടാപ്പും ഹെഡ് ഷോട്ടും പിന്നെ എൻ്റെ HP ഒക്കെ നോക്കിയായിരുന്നു ഗൈസ് നിങ്ങൾ. അപ്പോൾ അതിന് നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെഡ് ഷോട്ട് റേറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളും എല്ലാവരും വന്ന പോലൊക്കെ തന്നെ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാവുന്ന നേരത്തിലായിരുന്നു വന്ന സമയത്ത്. ഇപ്പോൾ ഇങ്ങനൊരു കഷ്ടപ്പെട്ട് കളിച്ച് ഫ്രീ ഫയർ അങ്ങനെ അവസാനം ഇപ്പം എലൈറ്റ് മാസ്റ്റർ ഈ സീസൺ ഗൈസ് ആദ്യമായിട്ട് എലൈറ്റ് മാസ്റ്റർ അടിച്ച്. കഴിഞ്ഞ സീസൺ മാസ്റ്റർ 94 സ്റ്റാർ ആയിരുന്നു. കഴിഞ്ഞ സീസൺ 6 സ്റ്റാർ കൂടെ മതിയായിരുന്നു എനിക്ക് മാസ്റ്റർ അടിക്കാൻ. പെട്ടെന്ന് ആ സമയത്ത് സീസൺ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ MP40 കൊണ്ട് ഇവിടെ ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ട് നോക്കടിച്ച് കില്ലെടുത്തു. മാക്സിമം നമ്മൾ കില്ലടിക്കുമ്പോഴും ഹെഡ് ഷോട്ട് അടിച്ചാണ് കില്ലെടുക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ടീമിന് വേണ്ടി ആ പോയിന്റ് ഞാൻ വെറുതെ പോയിട്ട് കില്ലായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ടീമിൻ്റെ ആ മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ടീമേനെ റിവൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് എന്നെ എനിമി നോക്കടിച്ച് എന്നെ തിരിഞ്ഞു പോലും നോക്കാതെ റിവൈവ് ചെയ്ത ടീമേറ്റ് അങ്ങ് പോയി. അപ്പോൾ നമ്മൾ വെറുതെ പോയി റിവൈവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ലൂട്ടെല്ലാം അങ്ങനെ വെറുതെ പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പോയിൻ്റ് ഞാൻ ആ സ്നൈപ്പറും പിന്നെ ഒരു MP40 വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്നൈപ്പർ എനിക്ക് അവിടെ തറയിൽ കിടന്ന് കിട്ടിയാണ്. ഞാനപ്പം ഒരു MP40 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ MP40 മതി നമുക്ക് സെറ്റ് ആക്കാം. MP40 അല്ല ബൈസൺ, ഇത് 2 കണ്ണിന് മതി നമുക്ക്. ബൈസണിലെ നമ്മുടെ ജില്ല പത്തനംതിട്ടയാണെങ്കിൽ നമ്മളപ്പോൾ ആ ജില്ലയിൽ 62ാമത്തെ സ്ഥാനത്താണ് കിങ് FF. നിങ്ങൾ പോയി നോക്കിയാൽ മതി. പത്തനംതിട്ട ബൈസൺ സബ്മിഷൻ കണ്ണാണ്. അപ്പോൾ അടുത്ത ബൈസണിനകത്ത് നോക്കിയാൽ മതി കിങ് FF എന്ന് പറഞ്ഞ് കാണാം. ബൈസണിൻ്റെ ഒരു ചുമന്ന സ്കിന്നും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് 62ാം സ്ഥാനത്തായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ആദ്യം എനിക്ക് ഒരു ഗ്ലോറിയൊക്കെ മതിയായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കതിൽ കൂടുതലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഗ്ലോറി എല്ലാം കുറഞ്ഞു. പിന്നെ കുറയാൻ വേണ്ടി വന്നു. ഞാൻ പിന്നെ അവസാനം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് കളിച്ച് അവസാനം അങ്ങനെ നേടിയെടുത്തു ഗൈസ്. അപ്പോൾ ആ നേട്ടം ഒരു വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം CS കളിക്കുന്ന സമയത്ത് എനിക്ക് മണ്ടയിൽ ഷോ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്തൊരു മാച്ചിൻ്റെ ഗെയിം പ്ലേ ഇടുമ്പോൾ എനിക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ അവിടെ ഒരു എനിമിയെ ശ്രദ്ധിക്കാതെ എനിക്കധികം സ്നൈപ്പർ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എന്നാലും സ്നൈപ്പർ ഉപയോഗിച്ച് അടിക്കാൻ നോക്കിയതാണ്. കാരണം ഞങ്ങൾ ജയിച്ചോണ്ടല്ലേ ഇരുന്നത്. അപ്പോൾ ഞാൻ സ്നൈപ്പർ യൂസ് ചെയ്ത് അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ എനിക്ക് പറ്റിയില്ല. എനിക്ക് അല്ലെങ്കിൽ സ്നൈപ്പർ വെച്ച് കളിക്കാൻ അറിയത്തില്ല ഗൈസ്. അപ്പോൾ എൻ്റെ സ്ക്വാഡ് ഫുള്ളാക്കാൻ ഇനി 2 പേരും കൂടെ മതി. അപ്പോൾ ആ സ്ക്വാഡിലേക്ക് എനിക്കിനി വേണ്ട ഒരാൾ സ്നൈപ്പർ പ്ലെയറാണ് ഗൈസ്. അപ്പോൾ ഒരു ഗ്രനേഡൊക്കെ നല്ല ദുബൈക്ക് അറിയാവുന്ന ഒരാളുണ്ടെങ്കിലും കൊള്ളാം. അല്ലെങ്കിൽ ഒരു സ്നൈപ്പർ പ്ലെയറിനെ എനിക്ക് വേണം. എൻ്റെ അനിയൻ BA വാക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനും എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്. അവനും ഒരു സ്നൈപ്പർ പ്ലെയർ തന്നെയാണ്. അവൻ സ്നൈപ്പർ കൊണ്ട് അത്യാവശ്യം നല്ല കളി AWM കൊണ്ട്. അപ്പോൾ കേസ് നമ്മളൊരു വീക്ക്ലി എലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് കേസ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് എടുത്തത് ഞാൻ വീക്ക്ലി എലൈറ്റ്. അല്ലാതെ സാധാരണയൊക്കെ 7 രൂപയൊക്കെ എടുക്കാറുള്ളൂ. 9 രൂപയുടെയും 29, 30, 50 അതൊക്കെ എടുക്കാറുള്ളൂ. 70 ഇതുവരെ എടുത്തിട്ടില്ല. 79 ആദ്യമായിട്ട് ഇത്രയും രൂപയുടെ തന്നെ എടുത്തത്. യുവമാരൊക്കെ എവിടെ നിന്ന് വന്നതാണ് നമ്മളെ മാത്രം നോക്കടിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. 102 സ്റ്റാർ ആയിട്ടുണ്ട്.